എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പാവയ്ക്ക കണ്ട അടിപൊളി ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. 2-3 ദിവസം കേടാകാതിരിക്കുന്ന ഒരു കറി കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ പാവയ്ക്കയാണ് ഇവിടെ സാധാരണ കിട്ടാറുള്ളത്. നല്ല കയ്പ്പുള്ള പാവയ്ക്കയാണ്. അപ്പം നമ്മൾ അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്, നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പാവയ്ക്ക മുഴുവൻ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ പാവയ്ക്ക മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാവയ്ക്ക മുഴുവൻ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് വെന്ത് വരേണ്ട, ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് പോയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കളർ മാറുന്നതിന് മുമ്പ് നമുക്ക് കോരി മാറ്റണം. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ നിന്നും ഇതൊന്ന് കോരി മാറ്റുവാണ്. ഇനിയിപ്പോൾ ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ 1.25 ടീസ്പൂണോളം കടുക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഈ ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഒരു 2-3 ഉണക്കമുളക് ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് എണ്ണയിൽ തീ കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മഞ്ഞൾപ്പൊടി ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പം കുറച്ചൊരു പൊടിയുടെ കുറവ് എനിക്ക് തോന്നി. അപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കാത്തത്. നമുക്ക് കളറിന് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട വീഡിയോ എൻ്റെ ഇന്ന് സ്കിപ്പായി പോയതാണേ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറച്ചൊന്ന് പറ്റി വരുന്ന സമയം വരെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ. അതിനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പാവയ്ക്കൊക്കെ നമ്മൾ ഒരേ രീതിയിലല്ലേ എപ്പോഴും കറി വെക്കുന്നത്. ഒന്നെങ്കിൽ തീയൽ, തോരൻ, അങ്ങനെയല്ലേ. വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കറി വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3/4 ഭാഗം വേവേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി ഇതിനകത്ത് കിടന്ന് നമ്മുടെ പാവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് ചെറുതീയിലിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഒന്ന് അതിനായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പാവയ്ക്കയ്ക്ക് ഇതേ രീതിയിൽ പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനൊന്നുകൂടെ ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്, നല്ല പറ്റി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം നമ്മുടെ കറി ഇരിക്കാനായിട്ട്. എല്ലാവരും ഇതേ രീതിയിൽ ഈ പാവയ്ക്കക്കറി ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും തയ്യാറാക്കി നോക്കണേ. അപ്പം നമ്മുടെ കുറച്ചുകൂടെ കുറുകിയിരിക്കണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ പൊടിക്കൊരു ചാറ് പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. 2-3 ദിവസം ഇത് കേടാകാതെ ഇരിക്കും. അപ്പം വേണ്ട നമ്മുടെ പാവയ്ക്കക്കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.